കോഴിക്കോട്ടെ 45-കാരന്റെ മരണത്തിൽ ദുരൂഹത വർദ്ധിക്കുകയാണ്. മൃതദേഹം വീണ്ടും പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തും. വെള്ളയിൽ 4 ദിവസം മുൻപ് മരിച്ച തോണിച്ചാൽ സ്വദേശി അഷീമിന്റെ മൃതദേഹമാണ് പുറത്ത് എടുക്കുന്നത്. സുഹൃത്തുക്കൾക്കൊപ്പം മദ്യപിച്ച അവശനായി വീട്ടിലെത്തിയ അഷീം അടുത്ത ദിവസം മരിക്കുകയായിരുന്നു. ആന്തരിക രക്തസ്രാവമാണ് മരണകാരണമെന്ന് കണ്ടെത്തിയെങ്കിലും പോസ്റ്റ്മോർട്ടം നടത്താതെ സംസ്കരിച്ചിരുന്നു. അനഘ തുടരുകയാണ്. അനഘ, ഈ മൃതദേഹം ഇപ്പോൾ പുറത്തെടുത്ത പരിശോധന ആരംഭിച്ചിട്ടുണ്ടോ? എന്താണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം? രാഖി, കോഴിക്കോട് തോണിച്ചാൽ സ്വദേശിയായിട്ടുള്ള അസീം എന്ന് പറയുന്ന 45-കാരന്റെ മരണത്തിലാണ് ദുരൂഹത ഏറുന്നത്. ഈ മരണവുമായി ബന്ധപ്പെട്ട് കുടുംബമാണ് രംഗത്ത് വന്നത്. ഈ മരണത്തിൽ ദുരൂഹതയുണ്ട്, കൊലപാതകമാണ് എന്നൊരു സംശയം ഉന്നയിച്ചുകൊണ്ട് ഈ അസീമിന്റെ കുടുംബം കൂടി രംഗത്ത് വന്നു. ഇതിനെ തുടർന്നാണ് നിലവിലിപ്പോൾ ഈ മൃതദേഹം 4 ദിവസം മുമ്പാണ് അസീം മരണപ്പെടുന്നത്. ഈ സുഹൃത്തുക്കൾക്കൊപ്പം മദ്യപിച്ചതിനു ശേഷം ഇദ്ദേഹം വീട്ടിലെത്തി പിന്നീട് ചില ശാരീരിക അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചതിനെ തുടർന്ന് തൊട്ടടുത്തിട്ടുണ്ടായിരുന്ന കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയും ആശുപത്രിയിൽ വെച്ച് മരണപ്പെടുകയും ചെയ്തിരുന്നു. ഈ മരണകാരണമായി ഡോക്ടർമാർ പറഞ്ഞത് ആന്തരിക രക്തസ്രാവം ആണ് എന്നാണ്. എന്നാൽ അത് ആ സമയത്ത് പോസ്റ്റ്മോർട്ടം നടപടികളൊന്നും തന്നെ പൂർത്തിയാക്കിയിരുന്നില്ല. മൃതദേഹം കബറടക്കുകയാണ് ചെയ്തത്. ഇതിനെ തുടർന്ന് പിന്നീടാണ് ബന്ധുക്കളടക്കം ഈ മരണവുമായി ബന്ധപ്പെട്ട സംശയം ഉന്നയിച്ച് രംഗത്ത് വന്നത്. അതിനെ തുടർന്നാണ് ഇപ്പോൾ സംസ്കരിച്ച മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള നടപടികൾ ഈ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. നിലവിൽ നമ്മൾ നിൽക്കുന്നത് ആ സ്ഥലത്താണ്. ഈ പ്രദേശത്ത് ഇപ്പോൾ ഖബർ മാറ്റി അതിൽ നിന്ന് മൃതദേഹം പുറത്തെടുക്കാനുള്ള നടപടിക്രമങ്ങളാണ് ആരംഭിച്ചിരിക്കുന്നത്. ഫോറൻസിക് വിദഗ്ധർ സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. മൃതദേഹം പുറത്തെടുത്തതിന് ശേഷം പ്രാഥമികമായ പരിശോധന നടത്തും. അതിനുശേഷം മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റും. അവിടെ വെച്ചായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ ഉണ്ടാവുക. ഈ പോസ്റ്റ്മോർട്ടത്തിൽ മാത്രമായിരിക്കും എന്താണ് മരണകാരണം എന്നതടക്കമുള്ള കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ. തലയ്ക്ക് ക്ഷതമേറ്റിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ, ഈ മരണത്തിൽ ദുരൂഹതയുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത ആ സമയത്ത് മാത്രമേ വരികയുള്ളൂ. എന്തായാലും ഇപ്പോൾ മൃതദേഹം പുറത്തെടുക്കാനുള്ള നടപടികളാണ് ആരംഭിച്ചിരിക്കുന്നത്. ശരി അനഘ, കോഴിക്കോട്ടെ 45-കാരന്റെ മരണത്തിലാണ് ദുരൂഹത ഏറുന്നത്. മൃതദേഹം വീണ്ടും പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. എന്തായാലും അവിടെ മൃതദേഹം പുറത്തെടുക്കാനുള്ള ശ്രമം ഇപ്പോൾ പുരോഗമിക്കുന്നു എന്നുള്ളതാണ് അനഘ കോഴിക്കോട് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. വെള്ള എന്ന് പറയുന്ന സ്ഥലത്ത് 4 ദിവസം മുൻപാണ് തോണിച്ചാൽ സ്വദേശിയായ അഷീം മരിച്ചത്. അദ്ദേഹത്തിന്റെ മൃതദേഹമാണ് ഇപ്പോൾ പുറത്തെടുക്കാനുള്ള ശ്രമം നടക്കുന്നത്. സുഹൃത്തുക്കൾക്കൊപ്പം മദ്യപിച്ച് അവശനിലയിൽ വീട്ടിലെത്തിച്ചതാണ് ഇദ്ദേഹത്തെ. പക്ഷേ അടുത്ത ദിവസം ഇദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചു എന്നുള്ളതാണ്. എന്തായാലും കുടുംബം ഈ വിഷയത്തിൽ ദുരൂഹത ആരോപിക്കുന്നുണ്ട്. ആന്തരിക രക്തസ്രാവമാണ് മരണകാരണമെന്ന് കണ്ടെത്തിയിരുന്നു. പക്ഷേ പോസ്റ്റ്മോർട്ടം കൂടാതെ ഈ മൃതദേഹം സംസ്കരിച്ചു എന്നുള്ളതാണ് ദുരൂഹത വർദ്ധിപ്പിക്കുന്നത്.